ഇന്ന് നമ്മള് അഹിനെ ടെന്റ് നോക്കാൻ വന്നിട്ടുള്ള നമുക്ക് നോക്കാൻ പോകാം. നമ്മളെ കണ്ണൂരിലെ AJP അത് അല്ലേ, നമ്മള് കണ്ണൂരിലെ AJP ഇവർ ടെന്റ് ഒന്നും വാങ്ങുന്നില്ല, പണ്ടുമില്ല ഒരു അവരാത് സെറ്റപ്പ് ആറ്റിറ്റ്യൂഡ് ചെക്കൻ നേടിയെടുത്ത് കൈ കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നല്ലേ. ഇവർ ടെന്റ് ഒന്നും വാങ്ങുന്നില്ല, പണ്ടുമില്ല ഒരു അവരാതില്ലാണ്ട് കുറെ കളിയും കളിച്ചവരാണിത്. ഫണ്ടെല്ലാം അതിന്റെ ഫണ്ട് ഇറക്കുന്നുണ്ട്. ചെക്കൻ റിച്ചാണ് ഗൈസ്. കണ്ടുപടി നീയലിങ്ങനെ നടന്നോ? കൊള്ളപ്പണം, കള്ളപ്പണല്ല കൊള്ളപ്പണം. ഇന്ന് നമ്മള് അഹിനെ ടെന്റ് നോക്കാൻ വന്നിട്ടുള്ള നമുക്ക് നോക്കാൻ പോവാ. അഹിന് നീയല്ല, നീ നോക്കി വെച്ചെല്ലാം കാണിച്ചാ കേക്കില്ല. AJP കമോൺ, നമ്മുടെ കണ്ണൂരിലെ AJP ഉണ്ട് ഇവിടെ. എടാ എന്തെങ്കിലും പറയണേ, ഇതെടുത്ത് എറിയേ മൈക്ക്. നമ്മളെ കണ്ണൂരിലെ AJP അത് അല്ലേ, നമ്മള് കണ്ണൂരിലെ AJP അങ്ങ് നേപ്പാളിലേക്ക് ഭൂട്ടാനിലേക്കല്ല യാത്ര ചെയ്യാൻ പോവാ. നേപ്പാളിലും ഭൂട്ടാനല്ലടാ. ഇതാണ് AJP നോക്കി വെച്ചേ. പറ ഇതാണ് AJP നോക്കി വെച്ച ടെന്റ്. ഓ ചെക്ക സെറ്റപ്പെട്ടാ, സംഭവം സെറ്റപ്പാ. നോക്കി വെച്ചല്ല ടെന്റ് എല്ലാം കണ്ടാ. നീ ചില്ലാക്ക്. ഓനെന്തായാലും എടുത്തിട്ടുണ്ട് വേറെ. AJP കുറച്ച് നാണാ ശരിക്കും. AJP എന്നല്ലേ പേര്, അഹിന്നാണ് പേര്, പക്ഷെ നമ്മളിട്ട പേരാണ് അഹിൻ ജോസ് പെരേര. നമ്മുടെ കണ്ണൂരിലെ അലിൻ ജോസ് പെരേരന്റെ ഡൂപ്പാന്റെ. എടാ നമുക്കൊരാൾ അസിസ്റ്റന്റ് വിളിക്കണം ടെന്റ് പറഞ്ഞുതരാൻ. വിളിക്കണം, നമുക്കൊരു ടെന്റ് വിളിക്കാം. എടാ അതിനെ കാണാൻ നല്ല രസമില്ല, ഈ കുട്ടീനെ കാണാൻ നല്ല രസമില്ല. നിന്റെ ആയിട്ടാണോ? എന്താ രസമല്ലേ അതിനെ കാണാൻ? നല്ല സുണ്ടല്ലേ. എക്സ്ക്യൂസ് മീ, നമ്മുടെ ടെന്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോ. ഹിന്ദിയാടാ വീഡിയോയിലൊരു ആ ജസ്റ്റ് ഒരു ഡോക്യുമെന്ററി വീഡിയോ. കുഴപ്പമുണ്ടോ? എന്താ എനിക്ക് ആരെങ്കിലും ഒരാളാക്കി തന്നാലും മതി. എടാ പെണ്ണ് ഹിന്ദിയാ, നീ ഒരു ഹിന്ദി ഉണ്ടെങ്കിൽ പറയാം. പെണ്ണ് ഹിന്ദി ഒന്നല്ല, ഇന്ത്യ. ഏത് ആ പെണ്ണാ അല്ലേ? നീ പോയി സംസാരിച്ചു നോക്കിയാ. എടാ അതിന്റെ തന്ത കണ്ടിട്ട് കൊല്ലണ്ടേ, പണി കിട്ടണ്ടേ. വീഡിയോ പകടാ അച്ചടാ. ടെന്റ് വാങ്ങാൻ വന്ന നമ്മൾ ഫുള്ളു. എടാ എനിക്ക് വല്ല തിരിയുന്നുണ്ട് അവള് പറയുന്നേ. അവളെന്ന് പറയുന്നേ AJP കണ്ണൂർ AJP ഡിഗിൻ ഫുഡ് 120 രൂപക്ക് കണ്ണൂർ AJP 20K അലിൻ ജോസ് പെരേര. ആ അലിൻ ജോസ് പെരേര അതന്നെ. അതാ പോയി അലിൻ ജോസ് ആന്ന് കണ്ടപ്പോ മുങ്ങി. ഇതെല്ലാം ഒരു രസമല്ലടാ. എടി ഇതാണ് നീ വാങ്ങുന്നേ 3590 രൂപ. അതാ വിളിക്കതാ അതിനെ പറ ബോൽ. ശബരി നമ്മള് രണ്ടാളും എടുക്കണം. അത് അതിനെ വീണ്ടും വന്നാ ക്യൂട്ടേ. അലിൻ ജോസ് പെരേര കണ്ണൂർ അലിൻ ജോസ് പെരേര. മനസ്സിലായി. ये अलिन जोस पेरेरा, तू अलिन जोस पेरेरा बोले. अलिन जोस पेरेरा, अहिन जोस पेरेरा. ये डिंगिन फुडी समझा മനസ്സിലായി പറഞ്ഞോണ്ടിരിക്കുന്നു. മനസ്സിലായി. तुम्हारे पिताजी माताजी किधर है? അത് കണ്ട്. तुझे पता नहीं पिताजी माताजी किधर है? हो गया शॉपिंग किया. तुझे छोड़ के गया. നിന്നൊക്കെ ഇങ്ങനെ പോയേ. നമ്മളെ കളിക്കണം. കീല് പോടാന്ന് വിളിക്കുക. അവര് വിളിക്കുക, ആള് വിളിക്കുക. ചെറിയ മണ്ണിൽ ഊക്കി വിടുന്ന വന്നാ വരുന്നതാ. ചെറിയ മണ്ണിൽ ആദ്യമായിട്ടാ ഇവനോട് ഇതിന് മുന്നേ ഉണ്ടായിരുന്നല്ലോ ഞാനിവിടെ വീഡിയോ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. തുമാര നാം നീ പോരാ നാം പോയി നാം
മതിയടാ, എന്റെ തന്തയും തള്ളിയും നോക്കുന്നുണ്ട്, നിന്നെ പിടിച്ച് വിതുങ്ങും. ഇങ്ങോട്ടേക്ക് സീരിയസ് ആണ്, കുട്ടീനെ കിഡ്നാപ്പ് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട്. പോയാടാ തെറി വിളിക്കല്ലേ, തെറി വിളിക്കരുത് എൻ്റെ വീഡിയോയിൽ റിക്വസ്റ്റ് ആണ്. നീ ഇടണ്ട. നമസ്കാരം, നമുക്ക് ടെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിയണം. നമ്മളെ ചങ്ങായി നേപ്പാൾ പോകാൻ പോവാ. നേപ്പാളല്ല, മാടായിപ്പാറ ടെന്റ് അടിക്കണം, പറഞ്ഞു കൊടുക്ക്. ഒന്ന് പോയാളാ. നമുക്ക് ഈ ടെന്റ് എന്ന് പറയുന്നത് ബേസിക് ടെന്റ്, പക്ഷെ ഇതിന്റെ വരുന്നത് നമുക്ക് സമ്മറിന്റെ ടെന്റ് വരുന്നത്. ഓക്കെ, അതന്നെ നമ്മളൊന്ന് ഉറപ്പിച്ച്. ഓൾ വെതർ, ഉള്ളിലേക്ക് തീരെ വെളിച്ചവും കയറത്തില്ല, തീരെ ചൂടും ഉണ്ടാവും. അതാണ് നമ്മൾ സമ്മർ യാത്രകൾക്ക് ഉപയോഗിക്കുന്നത്. ഇത് കൂടുതലായിട്ട് മൺസൂൺ ആണല്ലോ. ഇത് ഇതാ വാട്ടർ പ്രൂഫാ? വാട്ടർ പ്രൂഫ്. എല്ലാ ടെന്റും വാട്ടർ പ്രൂഫ് ആയിരിക്കും. എല്ലാ ടെന്റും മിനിമം ഒരു 50 km/h വരെ വിത്ത്സ്റ്റാൻഡ് വിൻഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ക്വാളിറ്റി ഇതാണല്ലേ? അല്ല, ഇത് സ്റ്റാർട്ടിംഗ് ആണ്, സ്റ്റാർട്ടിംഗ് മോഡലാണ്. ഇതിന്റെ UV പ്രൊട്ടക്ഷൻ വരുന്നത് നമുക്ക് ഇവിടെയാണ്. UV പ്രൊട്ടക്ഷൻ മീൻസ് സണ്ണിന്റെ ഇതൊക്കെയാണോ അല്ലേ? സോ സണ്ണ്, സ്നോ, റെയിൻ ഇതിലൊക്കെ എല്ലാം ഓക്കെ. കാരണം ഇതിന്റെ ഉള്ളിലേക്ക് തീരെ ചൂട് കയറത്തില്ല, തീരെ വെളിച്ചവും വരത്തില്ല. അപ്പൊ നിങ്ങളിപ്പം ചെറിയായിട്ട് പകലൊക്കെ ടെന്റ് വെച്ച് ചെയ്ത് കിടക്കുകയാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സാർ. മറ്റേതിന്റെ മാതിരില്ല. മറ്റേത് നമുക്ക് നൈറ്റിലായിരിക്കും കൂടുതൽ പ്രൊട്ടക്ഷൻ, മൺസൂൺ കാര്യങ്ങൾ. ഇത് നമുക്ക് വിന്റർ അല്ല സമ്മറിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. നീ ഏതാ നോക്കുന്നത്? ഫിക്സ് ആക്കിച്ചല്ലേ? നാളെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ ടെന്റെല്ലാം വാങ്ങുന്നുണ്ട്, പക്ഷെ മാടായിപ്പറ പോയിട്ടിരിക്കും. അത് പോയേ, ഞാൻ പോകുന്ന പോയി ഏടിയും പോകൂല. ഇത് മേടിച്ച് വീട്ടിൽ വെക്കലേ ഉണ്ടാവും. ഇത് മേടിച്ചിട്ട് വീട്ടിലൊക്കെ മേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പൊ ക്വാളിറ്റി ഏറ്റവും ഇതാണല്ലേ സംഭവം? ഏറ്റവും നല്ല ക്വാളിറ്റി ഇപ്പോഴുള്ള യാത്രകൾക്ക് ഇതാണ് നല്ലത്. പിന്നെ അതിന്റെ തന്നെ 2 seconds വരുന്നുണ്ട്, പക്ഷെ അത് കുറച്ച് ബൾക്കിയായിട്ടുള്ള കുറച്ചും കൂടി നമുക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വരെ യാത്രകൾക്ക് ഏറ്റവും നല്ലത് ഫ്രഷ് ആൻഡ് ബ്ലാക്ക് എന്നാണ് ഇതിന് പറയാ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്നോ എല്ലാം ഹെവി സ്നോയിലേക്കല്ല. ഇപ്പം ഇവിടുന്ന് മണാലി ഒക്കെ പോവുകയാണ്, എല്ലാ സമ്മറും വിന്ററും എല്ലാ ക്ലൈമറ്റും നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനത്തെ ഓക്കെ. എക്സ്പെഡിഷനോ അല്ലെങ്കിൽ ഹെവി സ്നോനും എടുക്കരുത്. എടുത്തോ, ഇതെടുക്കാം അല്ലേ? അപ്പൊ ക്വാളിറ്റി തന്നെയല്ലേ? ഇതൊന്ന് ഫിക്സ് ആയി സെറ്റാക്കി തരൂ. നീ എത്ര മൂന്നാളുള്ളതാ? മൂന്നാളിലെ ഞാൻ ആദ്യം എടുക്കാൻ ദീവനെടുക്കാൻ ചോദിച്ചു. ഇവനൊന്നും ഇല്ല, ഞാൻ വരുന്നില്ല. പിന്നെന്താക്കണ്ടേ? നീ ആരും നീ ഒറ്റക്കാട്ട് സോളോ ട്രാവലിംഗാ? ഞാൻ സോളോ സോളോ എടുത്തേക്കാ മതി. എവിടെയും തോന്നുന്നുണ്ട്. മാടായിപ്പാറയില്ല, നമ്മ പാളയം ബസ് സ്റ്റാൻഡ്. പാളയം ബസ് സ്റ്റാൻഡ് ലാസ്റ്റ് മാടായിപ്പാറ അടിക്കേണ്ട അവസ്ഥ വരുമോ? സമ്മറിനേക്ക് നിങ്ങൾ ഒരു പ്രശ്നം കഴിക്കേണ്ട, അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. ഞാൻ തന്നെ ഇതെടുക്കണം. ചെക്കൻ സ്റ്റാൻഡിൽ പോകാനല്ല, നമുക്ക് ട്രിപ്പ് പോകാൻ. ഞാൻ ഇടും, വീഡിയോ ഇടും, എന്നിട്ട് എനിക്ക് ഞാൻ വൺസ് അയച്ചു തരും. ആടെ നേപ്പാളിൽ പോയിട്ടുള്ളേ ഗെറ്റ് വെക്കുന്നതാ, ചലഞ്ച് വെക്കുന്നതാ. ഇതന്നെ ഫിക്സ്. ഇത് സെറ്റാക്കി 2% സെറ്റാക്കി കാണിച്ചു. സെറ്റാക്കാം. നമുക്ക് നിങ്ങൾ റെഡി ആയിക്കോ, നമുക്ക് കുറച്ച് പണിയുണ്ട്. നമുക്കൊരു പണിയില്ല. നമുക്കൊരു പണിയില്ല. എങ്ങനെ അവിടെ സെറ്റ് ചെയ്യാൻ അറിയില്ല, കാണിച്ചു കൊടുക്കാതെ. അപ്പൊ നമ്മള് അലിൻജോസിന്റെ ഇവൻ ഒന്നിക്കണ്ട പേര് വിളിക്കും. അലിനായി പോയി പണ്ടാരും. അഹിന് ക്യാമ്പ് ടെന്റ് അടിക്കാൻ വേണ്ടി സെറ്റാക്കി കൊടുക്കാൻ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുക, ബേസിക് കാര്യങ്ങളല്ലോ. നമുക്ക് ഇതെല്ലാം പഠിക്കോ? കോളേജിലുള്ള പഠിക്കുന്നില്ല അവര്, എന്നിട്ട് അവര് ഇത് പഠിക്കാൻ പോകും. ഇതിനകത്ത് എല്ലാ ആക്സസറീസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടെന്റിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അടിക്കേണ്ട പോള്, കെട്ടേണ്ട കയറ് എല്ലാം ഈ പൗച്ച് കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മളിപ്പം കാറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്, ആൾട്ടിറ്റ്യൂഡ് കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇതിന്റെ അകത്തുണ്ടാവും എല്ലാ ആക്സസറീസും. സ്പൂൺ എടുത്തിട്ടല്ലേ? ഓക്കെ. അപ്പൊ ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പറന്നു പോകുന്ന കാര്യങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ഇൻ കേസ് വെതർ പ്രശ്നങ്ങൾ വരികയാണ്, വിൻഡിനാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഉറക്കം കൊടുത്തേ. ഇനി പറഞ്ഞോട്ടാ, എല്ലാം പറഞ്ഞു ഇതിൽ കേൾക്കുന്നുണ്ട്. ഇല്ല, ഇതിൻ്റെ അകത്ത് വരുന്നത് മെയിനായിട്ട് നമുക്ക് വരുന്നത് ടെന്റിന്റെ പോളും അതേപോലെ തന്നെ റോപ്പും വരും. മെയിനായിട്ട് വിൻഡുള്ള സ്ഥലത്ത് പിച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ എപ്പോഴും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അടിയിൽ ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ടെന്റിന് വെയിറ്റ് കുറവായതുകൊണ്ട് പറന്നു പോകാൻ ചാൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ട ആക്സസറീസ് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇതിൽ മെയിനായിട്ട് നമുക്ക് വരിക 2 ലെയേഴ്സാണ്. ടോപ്പ് ലെയറും ബേസ് ലെയറും വരും. പിന്നെ അതിന് വേണ്ട സ്റ്റിക്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ഉണ്ടാവും. ഓക്കെ. അപ്പം ഇതിൻ്റെ 2% നമുക്ക് ശരിക്കും വരിക 1 side 7. ഇവന് 2% ആവശ്യമൊന്നുമില്ല, ഒരാളേ ഉള്ളൂ. ഇവന് ഒറ്റക്ക് പഠിക്കാൻ പോകുന്നത് സോളോ ട്രാവലിംഗ് അല്ലേ? ഒരുത്തം കൂടി വരും എന്നല്ല പറഞ്ഞ. ഇപ്പുറത്തുണ്ട്, വീഡിയോ എടുത്തോണ്ടിരിക്കാം. അത് 3 വേറൊരുത്തനുണ്ട്, അത് വരെ ചെയ്യില്ല. വലിയ പ്രതീക്ഷ ഒന്നുമില്ല. അതിന്റെ ബേസ് ലെയർ ആദ്യം എടുക്കാം. ഇതാണ് ഇതിന്റെ ബേസ് ലെയർ വരാം. അപ്പം
ഇതാണ് അടിയിലത്തെ ഗ്രൗണ്ട് ഷീറ്റും വാട്ടർ പ്രൂഫ് ലെയേഴ്സും കാര്യങ്ങളെല്ലാം വരുന്ന ഈ മോഡൽ. ഒരു ക്യാമ്പ് ഒരു ടെൻറ്റ് സെറ്റാക്കുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ലേ ഫേസെല്ലാം കിട്ടണേ, അത് കണ്ട് പഠിച്ചാൽ മതിയേക്ക്. പിന്നെ ഇതാണ്ടാവും അല്ലേ? ഇതാ നോക്കിയാ ആടെ പഠിച്ചോളെ. എനിക്ക് യൂട്യൂബ് പോയിട്ട് നോക്കരുത്. അതിന്റെ ബ്ലോഗ് ഉണ്ടോളാം. എടാ എൻ്റെ ബ്ലോഗിലുണ്ടല്ലേ. ഇതിൽ 7 പീസാണ് ഉണ്ടാവുക. 2 പേഴ്സൺ നമുക്ക് ഐഡിയലി ഫസ്റ്റ് മോഡലിലൊക്കെ 7 സ്റ്റിക്ക് ജസ്റ്റ് ഉള്ളിൽ റോപ്പ് ഉണ്ടാവും, എടുത്ത് വെച്ചാൽ മതി. പ്രീസെറ്റ് ആവും, വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. ഒരു കാര്യം ജിനി ഒറ്റക്കല്ലോ, നീ ചങ്ങാനെ കൂട്ടിക്കോ, അപ്പോൾ ടെൻ്റ് അടിക്കാനായി. ഇതിൽ ജസ്റ്റ് ഇവിടെ പൗച്ച് വരുന്നു, ഈ പൗച്ചിലേക്ക് കോർണറിൽ ഇടുക. സെയിം അതേപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് അതൊന്ന് പൗച്ച് ഉണ്ടാവും. എടാ ഇട്ട് കൊടുത്താ കമോൺ AJP കമോൺ. എനക്കില്ലേ ഇവൻ്റെ പേര് വയ്ക്കും. ഇത് ജസ്റ്റ് ഇത് അങ്ങനെ ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്താൽ അത് പൊട്ടത്തില്ല. ഓക്കെ. ബെൻഡ് ചെയ്തിട്ട് നേരെ ഉള്ളിലോട്ട് പൗച്ചിലേക്ക് ഇട്ടാൽ മതി. അപ്പം ഇങ്ങനെയാണല്ലേ സംഭവം. എന്നിട്ട് നേരെ അത് ഗ്രൗണ്ടിലേക്ക് വെക്കുക. അത് പൊന്നിച്ച് നിൽക്കണമെന്നില്ല, ഗ്രൗണ്ടിൽ വെക്കുക. സമകത്തില്ലേ സംഭവം സെറ്റാട്ടോ, സംഭവം സെറ്റാ. രസമുണ്ട് കാണാൻ. ഇത് ചെയ്യണോ? രസമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, രസമുണ്ട്. പണി ഒരാൾ വേണല്ലോ, ഒറ്റക്ക് നടക്കൂലല്ലോ. ഒറ്റക്ക് നടക്കുവാ? അല്ല അങ്ങനല്ല, ഇപ്പം നമ്മളിപ്പോ നമ്മളോട് ആരും ഉണ്ടാവില്ലല്ലോ. ബാക്കിലോട്ട് നിങ്ങൾ വേണം. ഇത് നേരെ എടുത്തിട്ട് 2 സ്റ്റിക്കും നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. ഇതിന്റെ സെൻട്രലിൽ ഹുക്ക് ഉണ്ടാവും. ഇതാണ് സെൻട്രൽ ഹുക്ക്. ഇത് നേരെ എടുത്തിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്യാം. സംഭവം സെറ്റായല്ല. ഇനി നേരെ 4 സൈഡിലും നമുക്ക് 2 ഹുക്ക് വീതം വരും. 4 സൈഡ്. ഇതിന് പറഞ്ഞൊന്നും പോലും ഈ സാധനം പൊട്ടൂല. ഇതിന് വലിച്ചു കെട്ടാനുള്ളതുണ്ടല്ലോ. ഇത് ബേസ് ലെയർ മാത്രമാണ്. നോക്കാം. ഇതിൽ 4 സൈഡിലും ഇടും. ഇത് ഇൻ കേസ് നിങ്ങളൊരു ഷെയ്ഡിന്റെ അടിയിലാണ് വാട്ടർ പ്രൂഫിങ്ങോ സൺ പ്രൊട്ടക്ഷനോ വേണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യാം. അതെല്ലാം വേണമെങ്കിലോ? ഇനി അത് വേണമെങ്കിൽ ഇതിന്റെ ഔട്ടർ ലെയർ ഇടും. അതാ ഞാനും ശരിക്കും ഇത് കാണുമ്പോ ചെറിയ ലെയറല്ലേ ഉള്ളൂ. ഇവരുടെ ആൾക്കാരും പേടിയാവില്ലേ? ഇത് ബേസ് ലെയർ മാത്രം. അങ്ങനെ പിന്നെ ലെയർ ഉണ്ട്. ഇതാണ് ഇതിന്റെ വാട്ടർ പ്രൂഫിംഗ് സൺ പ്രൊട്ടക്ഷൻ ലെയർ. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അലൂമിനിയം ഡയോക്സൈഡിന്റെ കോട്ടിങ് കാര്യങ്ങളുണ്ടാവും. 5 ലെയർ കോട്ടിങ് അല്ലേ. അപ്പോൾ ഇത് നേരെ എടുക്കുന്നു. നല്ല കോട്ടിങ് അല്ലേ? ശബരി ഫുൾ കിട്ടണേ, നമ്മളെല്ലാം കിട്ടണം. നമ്മളെ കിട്ടണം, അതിനെ കിട്ടിയ നേരെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൈഡിൽ കെട്ടാനുണ്ടാവും. ഇത് ഈ റോഡിലോട്ട് കെട്ടാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഗ്രൗണ്ടിൽ അറ്റാച്ച്. എന്താ വെച്ചാൽ കൂടുതൽ വിൻഡ് വരുമ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടി അങ്ങനെ 4 സൈഡ്. ആക്ച്വലി അപ്പോൾ നമുക്ക് മണ്ണിൽ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ കണ്ടീഷനിൽ നമ്മൾ വേണ്ട. ബട്ട് ഇൻ കേസ് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കൂടുതലാണ്, വിൻഡ് ഉള്ള സ്ഥലത്താണ് ഗ്രൗണ്ടിൽ വെക്കണം. അതിനപ്പോൾ ഗ്രൗണ്ടിൽ സപ്പോർട്ടിങ് ഇങ്ങനെ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഒരു ടെൻ്റ് അടിക്കുന്നത്. ഞാൻ ഈ കേട്ടോ സംഭവം നേരെ പൗച്ചില്ല. ഇത് മുകളിലത്തെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. ഇതിനുള്ളിൽ ഇപ്പോൾ 2 ആൾക്ക് കിടക്കാം. 2 ആൾക്ക് സുഖമായിട്ട് കിടക്കും. ഇതിൻ്റെ ഉള്ളിലത്തെ ബെഡപ്പ് എടുത്ത് കിട്ടും. ബെഡ് നിങ്ങളുടെ ടൈപ്പ് ഓഫ് ട്രാവലിനനുസരിച്ച്. അപ്പം ക്യാമ്പിങ്ങിനാണ് എനിക്ക് തോന്നില്ല, എനിക്കതാണ് അത്ര കാറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബെഡ് എടുക്കാം. അത് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെ കൂടെ ഉണ്ടോ അതോ സെപ്പറേറ്റാ? കൂടെ ഉണ്ടാവില്ല, സെപ്പറേറ്റ്. അങ്ങനെ. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയാണ് വിൻഡ് വരുന്നുണ്ടെങ്കിൽ ആണി അടിക്കേണ്ടത്. ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ 4 സൈഡിലും ഗ്രൗണ്ടിൽ പിച്ച് ചെയ്യാം. അങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടി അടിച്ച് ആണി എന്ന് പറയുമ്പോൾ ചെറുതായിരിക്കും. ചെറുത് അതിങ്ങനെ കയറ്റി വെച്ചിട്ടാണ് 45 ഡിഗ്രിയിൽ അടിച്ച് കയറ്റും. അത് സെപ്പറേറ്റ് ആണിയാണോ? അത് ചെയ്യാം. പിന്നെ ഇൻ കേസ് ഇനിയും വിൻഡുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇവിടെ കയറ് കെട്ടുക. ഇത്ര ഒരു 1 മീറ്റർ ഡിസ്റ്റൻസിന് 45 ഡിഗ്രിയിൽ 4 സൈഡും ഉണ്ടാവും. അതേപോലെ നമുക്ക് സൈഡ്സിലും പിച്ച് ചെയ്യാം. ഇവിടെ അധികം നല്ല വിൻഡ് ഉണ്ടെങ്കിലല്ലോ. അതെ അതെ. പിന്നെ നോർമൽ ടെമ്പറേച്ചറിലായൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്കാണ് ഇത് ഇവിടേക്ക് പിച്ച് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ ഷൂസോ കാര്യങ്ങളോ ഊരി വെക്കണമെങ്കിൽ ഡേർട്ടുള്ള ഷൂസ് ആയിരിക്കും. ടെന്റിന്റെ ഉള്ളിലേക്ക് ചളിയാവും. അങ്ങനെ അപ്പോൾ ഇത് ഇങ്ങനെ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷൂസ് കാര്യങ്ങൾ ഇവിടെ ഊരി വെക്കാം. അപ്പോൾ ചളിയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ ഓപ്പൺ ചെയ്യുന്നു. ഇതൊരു PhD എടുത്താളോ? ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള നമ്മൾ നോക്കി വെക്കലല്ലോ. ഉള്ളിൽ കയറി ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ കയറി നോക്കിയോളൂ. പുറമേ നിന്നുള്ള ലൈറ്റ് തീരെ ഞാൻ കേറില്ല. നീ വെച്ച് ഉൾക്കാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത്. നീ ആദ്യം നല്ല മറ്റേ മടിയെന്ന് പുലിയുടെ പോലെ ഉണ്ടാവും. ഇത് ഭയങ്കര ഇരുട്ടല്ലേ ഉള്ളില്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതിന്റെ ഉള്ളിൽ നമുക്ക് ക്യാമ്പിംഗ് ലൈറ്റ് തൂക്കാനുള്ള പൊസിഷൻ കൊടുക്കും.
അപ്പൊ ഇതിന്റെ ഉള്ളിൽ പകല് പോലും ഇതേ മരങ്ങൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയാ മറ്റേ പുലി മടയെന്ന് രാത്രിയിലെ പോയിട്ട് ഇതൊന്നും പോരാ. ഇത് ഈടുത്തമ്പരെ ഓമൻ ഇത് നീ കയറുമ്പോ തന്നെ ഫുള്ള് അതിയൊന്ന് കയറി ഞാൻ മടയിന്ന് കഴിഞ്ഞു നീ ഞാൻ ഓൾറെഡി അന്ന് എന്റെ ഉള്ളിൽ കയറി. ഇത് അതേ സാധനം തന്നെ അല്ലേ? പക്ഷെ അത് ബിഗിനർ മോഡൽ 3% ആണ്. ഇത് കുറച്ചും കൂടി നല്ല മോഡൽ 2% ആണ്. പിന്നെ തിക്നെസ് കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ ഇത് കാണാൻ ഒരാൾക്ക് കിടക്കേണ്ട സ്ഥലമല്ലേ? അതൊന്നും സ്ട്രെച്ച് ആകുമ്പോൾ ഇത് 120 സെന്റിമീറ്റർ ഇങ്ങനെ നോക്കിയാൽ മതി. കാണുമ്പോൾ വലുപ്പമില്ല എന്നേ ഉള്ളൂ. അതിനെക്കാട്ട് ഒരു 70 സെന്റിമീറ്ററേ കുറവുള്ളൂ. കറക്റ്റ് ഒരാളെ സൈസ്. ട്രൈ ചെയ്തോക്ക്. ഞാൻ ആദ്യം പോന്നേ. ഞാൻ എങ്ങനെയാലും പോയിക്കോളും. അല്ല 2% ആണോ 3% ആണോ നോക്കിയാൽ മതി. ഞാൻ എന്തായാലും സിംഗിൾ ആയിട്ട് 1% വിത്ത് ഫുൾ ലഗേജ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 3% എടുക്കുകയാണെങ്കിൽ 2%നും വിത്ത് ഫുൾ ലഗേജ് ആണ് ട്രാവൽ. ലഗേജ് അടക്കം ഉള്ളില് സിമ്പിൾ ആയിട്ട് ഒരാളാണ് ഇതിൻ്റെ അത് ലഗേജിന് സ്പേസ്. ലൈറ്റ് ആണല്ലോ ഇപ്പൊ വിഷയം. ലൈറ്റ് പകൽ നിങ്ങൾക്ക് തീരെ പ്രശ്നം ഉണ്ടാവില്ല. അല്ല ഇതുവരെ ഇപ്പം നോർമൽ ലൈറ്റ് ഉണ്ടാവും. നോർമൽ ലൈറ്റ് ഉണ്ടാവും. ഇത് നൈറ്റ് ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലേ? ഇത് പക്ഷേ അതിനായിട്ട് ഡിസൈൻ ചെയ്താ സമ്മറിനാണല്ലോ. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നത്. ഇതുണ്ടായിരുന്നു ഉള്ളിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രതീക്ഷയല്ല നിന്നത്. ആദ്യത്തെ ലാൻഡേൺ വെക്കുക. ലാൻഡേണിന്റെ പോലത്തെ ലൈറ്റ്സ് ഉണ്ടാവും. ചെറിയ റെഡ് കളേഴ്സോ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. ബാറ്ററിയിലോ ഡൈനാമോ. നമ്മളത് ഡൈനാമോ ഉണ്ട്, കറന്റ്ലി സ്റ്റോക്ക് ഔട്ട് ആണ്. ബട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഇതിൽ സെൻട്രൽ നമ്മളൊരു ഹുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരാളെ ഹുക്ക് ലൈറ്റ് തൂക്കാനുള്ളതാണ്. എന്താ ചോദിക്കാനുണ്ടല്ലോ? അല്ല ഓൻ പറഞ്ഞ കണ്ണൂട്ടിയിലല്ലേ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ അപാരം. ഞാൻ കണ്ണു പറഞ്ഞിട്ടാ കിടക്കല്. ഓൻ മൂങ്ങനെ എന്തായാലും സംഭവം ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട്. ഫിക്സ്. നീ ഫിക്സ് അല്ല? സാധനം എന്തായാലും സ്റ്റോക്കില്ലേ? ഇത് നമുക്ക് സമ്മർ സീസൺ അല്ലേ, എന്തായാലും സമ്മർ നമുക്ക് സ്റ്റോക്ക് ഉണ്ടാവും. നമ്മൾ അടുത്ത ട്രിപ്പിൽ ഈ ഒരു സാധനം ഉണ്ടാവും അല്ലേ? ഞാൻ ഇതും കൂട്ടിയിട്ട് ഇത് മൊത്തം ഇതാക്കണ്ടേ? ചുരുട്ടിക്കൊണ്ട് പോകണ്ടേ? എത്ര വെയിറ്റ് ഉണ്ടാവും? 3.4 kg അല്ല, ഇതിന് 2.5 kg ഉണ്ടാവും. ഇപ്പൊ 2% അല്ല നിങ്ങൾ നോക്കുന്നത്. സിംഗിൾ ഉണ്ടാ? 2% വേണമെന്നില്ല. 2% വരിക നമുക്ക് 3 kgs ആണ്. 3 kgs. അമ്മൂര് അഡ്വഞ്ചറസ് ആവട്ടെ മോനിത്. അടിക്കാൻ പോകുന്നു. നമുക്ക് ആദ്യം മാടായിപ്പാറ ടെസ്റ്റ് ചെയ്യാം. മാടായിപ്പാറ ടെസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് മാടായിപ്പാറ. രണ്ടാമത് നീ ഒന്ന് വിളിച്ചു എനിക്കത് ഞാൻ എന്തായാലും പോവല്ലേ. പിന്നെ ഇതെടുത്തിട്ട് വീട്ടിലൊക്കെ അയക്കുന്ന പട്ടാ. ഡിഗ്രി കഴിഞ്ഞിട്ട് ട്രിപ്പ് അടിച്ചിട്ടില്ലേ? ഇനി ഈ ചെയർസിന്റെ എങ്ങനെയാണ് പരിപാടി? ചെയർസ് ഇതിനനുസരിച്ചാ നമുക്ക് എല്ലാ ചെയറിനും ഒരു 110 കിലോ കപ്പാസിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കംഫർട്ട് ലെവലിൽ 105 ആണെന്ന് തോന്നുന്നു. ഒരു 5 കിലോന്റെ വ്യത്യാസം ഉണ്ടാ. ഇതിനെല്ലാത്തിനും 110 കിലോ കപ്പാസിറ്റി. ഇത് വിത്തൗട്ട് ആമാണ് വരിക. പൊട്ടണേ ഇല്ല 105 ഉണ്ട് പറഞ്ഞ പിന്നെന്താന്ന് സെപ്പറേറ്റ് വെക്കണോ? അതാണ് എങ്ങനത്തെ ബൈക്കിലാണ് പോകുന്നത്? ട്രെയിനാണെങ്കിലും കിടക്ക കൊണ്ടുപോയി ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഉള്ളിൽ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടാൽ മതി. കാരണം എന്താ വെച്ചാൽ കിടക്കയ്ക്ക് വലുപ്പം ഉണ്ടാവും, വെയിറ്റും കൂടുതലാണ്. പിന്നെ അതിന്റെ പമ്പ് കൊണ്ട് നടക്കേണ്ടി വരും. അപ്പം നിങ്ങൾ നോർമൽ സെൽഫ് ട്രാവലിന് പോവുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ വെയിറ്റ് ഉള്ളത് കരുതാതിരിക്കാം. ഏറ്റവും വെയിറ്റ് കുറവ് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സാധനം മാത്രമേ. സ്ലീപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാം. കംഫർട്ടിനും ടെമ്പറേച്ചറിനും കിട്ടും. നമുക്ക് 20 ഡിഗ്രി 10 ഡിഗ്രി 50 ഡിഗ്രിന്റെ സാധനം വരും. യൂസ് ചെയ്യണം നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഐസോതെർമൽ മാറ്റ് വരുന്നുണ്ട്. ഐസോതെർമൽ മാറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അടിയിൽ ഇടുന്ന മാറ്റാണ്. മാറ്റ് ടെന്റിന്റെ അകത്ത് ഇടുന്ന മാറ്റാണ്. അത് സിംഗിൾ ഇതിന്റെ കൂടെ ഇല്ല അല്ലേ? അത് ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ അതെങ്ങനെ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് വരുന്നത്. ഇത് മെയിനായിട്ട് ടെമ്പറേച്ചറിന് ഉപയോഗിക്കാനുള്ളതാണ്. കംഫർട്ടിനല്ല, ടെമ്പറേച്ചർ. ഇപ്പൊ 20 ഡിഗ്രിന്റെ താമം 20 ഡിഗ്രി ടെമ്പറേച്ചർ ഇപ്പോൾ ഓൾറെഡി അതിൽ എഷ്യൂർ ചെയ്യുന്നുണ്ടല്ലോ. ഐ മീൻ റെസിസ്റ്റന്റ് ചെയ്യുന്നുണ്ടല്ലോ. തണുപ്പിന് നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും പാഡിങ്. വിന്ററിനൊക്കെ പോവുകയാണെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഐസോതെർമൽ മാറ്റ് വരുന്നുണ്ട്. ചെറിയ സിംഗിൾ മാറ്റ് സ്പോഞ്ച് അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. ആ ടെന്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിനായിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് ബാഗ് എടുക്കണം ഇനി പോകുമ്പോൾ. ബാഗുണ്ട്. അങ്ങനല്ല, എൻ്റെ ബാഗ് ഉണ്ട്, ട്രക്കിംഗ് ബാഗ് ഉണ്ട്. പക്ഷെ അതല്ല, ഇതാണ് സ്ലീപ്പിംഗ് ബാഗ് വരിക. ഇത് നിങ്ങൾക്ക് ഉള്ളിൽ കയറി കിടന്നു കഴിഞ്ഞാൽ തണുപ്പിന് പിന്നെ 3 സൈഡ് ഓപ്പൺ ചെയ്ത് വേണേ ഡയറക്റ്റ് കയറില്ല. പിന്നെ 3 സൈഡ് ഇത് ഓപ്പൺ ചെയ്യാം. വയനാട്ടിൽ ഇതാണ്ടേ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് പോലെ തലയിലിടുകയോ അല്ലെങ്കിൽ മുകളിൽ പുതച്ച് കിടക്കുകയോ ചെയ്യാം. അത് പൊളി കൊള്ളാം. കുപ്പി പരിപാടിയല്ല. എന്ത് നീ കുപ്പിയെല്ലാം വാങ്ങുന്നുണ്ടാ? ട്രിപ്പോന്റെ കുപ്പി, ട്രിപ്പോന്റെ കുപ്പി, വെള്ളം കുടിക്കേണ്ട കുപ്പി.
അവൻ കൂടി എടുക്കും. ജോസ് എടാ ഒന്ന് ഇട്ടേക്കല്ലേ. അല്ല ഞാൻ വാട്ടർ ബോട്ടിലാണ് വാട്ടർ ബോട്ടിലാണ് വേണ്ടേ. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നോക്കിയിട്ട് ശരിയാക്കാം. നിങ്ങളിങ്ങനെ റീപ്ലേസ് നമുക്ക് 3 years അരിമടിയനില്ലേ അരിമടിയാ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മൾ അലിഞ്ചേട്ടൻ കേറിയിട്ടുണ്ട്. ചേട്ടാ ഉള്ളി മോന്ത കിട്ടട്ടോ എന്റെ. എടാ നീ ആലോചിച്ച് നോക്കിയാ, എടാ നീ ആലോചിച്ച് നോക്കിയാ ഒരുത്തിന് വീടി എത്തി, മറ്റോനെ വിടാ, മറ്റോനെ വിടാ. ഞാൻ വീഡിയോ വീഡിയോ ഡൗട്ടാ. ധന്യച്ച് കയറൂല, ധന്യച്ച് നിനക്ക് കയറാൻ പറ്റും നിന്റെ സൈസ്. നീ സിബ്സ് വരുന്നേ. എടാ ഇത് രണ്ടാൾക്ക് കയറാൻ ശരിക്കും ഉണ്ടാ, കാണുമ്പോൾ തോന്നുന്നില്ല. ഇവൻ നീ കയറൂക്ക, വെറുതെ കയറൂക്ക. സുഖല്ലേ എന്റെ മോനെ മൂട് മൂട്. എടാ ഇത് രണ്ടാക്കുള്ള സ്പേസ് എല്ലാം ഉണ്ട്. പൂട്ടി ഇരുട്ടായില്ലേ? ഫുള്ളുണ്ട്. ഇത് മുകളിലാ സാധനം വെക്കുന്നുണ്ടെങ്കിലല്ലോ മൂട് കേട്ടോ. ഇത് സംഭവം അടിപൊളിയാ, സേഫ് ആയാൽ മതി. ഇതിന് വേറെ ആക്രമണങ്ങളൊന്നും ഇല്ലാണ്ടെന്നാ മതി ആനിമൽസിന്റെ. ആരാക്രമിക്കാനില്ല എല്ലാം ഈസി ബന്നാ. അത് ഇത് വെന്റിലേഷൻ എടാ. ഓഹോ അല്ല പിന്നെ പുറത്ത് ഇവിടെ നമ്മളെ ബാഗ് ഇതൊക്കെ തൂക്കാൻ ലൈറ്റ് ഒക്കെ ഒരു കറണ്ടിനും കൂടി സപ്ലൈ ചെയ്ത് സെറ്റ് ആവും. അല്ല കറക്റ്റ് ലൈറ്റും ഫാനും കൂടി കിട്ടി ഒരു വീട് കത്തിപ്പോലും പിടിക്കാനോ ഞാൻ പറയണ്ടോ. പക്ഷെ ഇതിപ്പോ ഇതല്ലടാ സംഭവം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്നാ കൊള്ളാല്ലേ ഇന്ന് സംഭവം കൊള്ളാം. പക്ഷെ മാടായിപ്പാറത്തേക്ക് ബുക്കാക്കിയിട്ടുണ്ട് ഗൈസ്. വെറുതെ അല്ലല്ലടാ നേരത്തെ ആദ്യം നമ്മള് ക്യാമ്പ് ടെന്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാടായിപ്പാറത്തേക്കാണ്. മാടായിപ്പാറ ചൂട്ടത്തി ഇവന് ക്യാമ്പ് അടിക്കും. രാത്രി ആവുമ്പോൾ തണുക്കുന്ന ഊരണ്ടേ ഇപ്പൊ ഇറ്റാക്ക നോക്കി ഇതെങ്ങനെ ഊരണ്ടേ എന്ന് പറ. ഇതിപ്പോ എങ്ങനെ ഊരണ്ടേന്ന് പോലും അറിയില്ല ഗൈസ്, എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥയില്ല. അതിനപ്പോ എന്താ പ്ലാന്? ഫിക്സ് അല്ലേ? ഫിക്സ്. വേറെ നീ നോക്കുന്ന വേറെ നീ ബാഗിലും നോക്കിയാ, ട്രക്കിംഗ് ബാഗിലും നോക്കിയാ? ബാഗ് ഒരുത്തൻ്റെ അടുക്ക് ഉണ്ട് എന്നല്ല പറയുന്നത്. വല്ല കടാന്നല്ലേ? അല്ല ധന്യജിന്റെ അടുക്ക് ഉണ്ട് ധന്യജ് അവനെ വിശ്വസിക്കണ്ട, അനക്ക് അതുകൊണ്ടാണ് ഒരു പേടി വിശ്വസിക്കണ്ട. അവിടെ ഞാൻ നോക്കേ അത് ക്ലോസ് ചെയ്യുന്ന കാണിച്ചു കൊടുത്തേ. എന്റെ വീഡിയോ എന്തായാലും കിണ്ടട്ടെ കാണാം. എന്റെ മോനെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് പോണേ, അവിടെ നെറ്റ് കിട്ടൂല. മാടായി പറയല്ലേ ഞാൻ പറഞ്ഞേ. അത് കുഴപ്പമില്ലടാ, വീഡിയോ ഡൗൺലോഡ് ചെയ്ത് പോണേ, അവിടെ റേഞ്ച് ഒന്നും കിട്ടൂല. എനിക്ക് പെട്ടെന്ന് നോക്കാം. ഞാൻ ട്രയൽ നോക്കിയിട്ട് പോയിക്കോളും. അപ്പോൾ ട്രയൽ എന്തായാലും മാടായി പറ നമ്മൾ അടിക്കുന്നതാണ് ഗൈസ് അല്ലേ. നമ്മൾ ഈ ചൂട്ടത്ത് ടെൻ്റ് അടിക്കാൻ പോവാം. വേറെ എന്തെങ്കിലും നോക്കാം, നമുക്ക് ബാക്കി എന്തെങ്കിലും നോക്കാം. അപ്പം സമയം ആയിട്ടില്ല, പൂട്ടാനായിട്ടില്ല. നീ പഠിക്കണ്ട. നിയാസ്കനോട് ഞാൻ പറയും പേടിക്കണ്ട, നിയാസ്ക നമ്മളാണ്. സൈക്കിൾ എന്തെങ്കിലും വേണം എനിക്ക്? എനിക്ക് സൈക്കിൾ കൊണ്ടാ നടന്നു പോയിക്കോളും. ഇതെന്തായാലും കൺഫേം അല്ലേ? കൺഫേം. ചെയർ നോക്കുന്നുണ്ടോ? ചെയർ നോക്കുന്നില്ല, നമ്മളെടുക്കും. അകലെന്തിനി നമ്മളെ അലിനായിട്ട് അങ്ങനെ നോക്കാം. അടിച്ച് ചെയ്ത് പൊട്ടുന്നോണ്ട് മാത്രം ഞാൻ പറഞ്ഞ അടിക്കുന്നത് അതിന്റെ കമ്പി ഗൈസ്. അങ്ങനെ ഇനി കൺഫേം ആക്കിയിട്ടുണ്ട് ഈ ടെൻറ്റ്. എവിടെയാ പോകാമെന്ന് അറിയില്ല, വലിയ ഹൈപ്പ് എക്സ്പെക്ടേഷൻസ് എല്ലാം കൊടുത്തിട്ടായിരിക്കുന്നത്. ബാക്കി കണ്ടറിയാം. എവിടെയും കഴിച്ചാൽ എത്തൂല. ഇവൻ ഇത് മിക്കവാറും വീട്ടിൽ പൊതിന് കെട്ടി വെക്കാൻ പോകുന്ന അവസ്ഥയിലുള്ള ഒറ്റ മൈൻഡിൽ 5000 രൂപ കൊടുത്ത് വാങ്ങുന്നുണ്ട്. ബാക്കി എന്താ പണം പോട്ട് പവർ ഇട്ടല്ലേ. ചങ്ങയ്ക്ക് സെയിലാവും. ചങ്ങയ്ക്ക് ഇങ്ങനെ ബിസിനസ് നടന്ന് മാടായിപ്പാറ തന്നെ അടിക്കുന്ന ലക്ഷണം ഉള്ളതെന്ന് തോന്നുന്നു. 5 years വരെ വാറണ്ടി 3 years അല്ല, 3 years അല്ല 5 years. പിന്നെന്താ 5 കൊല്ലത്തിനുള്ളിൽ നീ എവിടെയെങ്കിലും പോയിട്ട് ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മോനെ അടി നിനക്ക് പാസല. വെറുതെ മേടിക്കോ എനിക്ക് തോന്നുന്നു. എന്തായാലും നീ എവിടെ പോരക്ക് വിശ്വാസം വരുന്നില്ല. നീ എല്ലാം പോകുന്ന നോക്കുമ്പോ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാ അല്ലേ? ചവരി പറഞ്ഞോടുക്ക് ശരിക്കോ? എടാ പോടാ കണ്ടു പഠിക്കും. ഏറ്റവും സുഖമായിട്ട് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്? സ്റ്റിക്കിന്റെ സൈസ് എടുക്കുക, ആ വലുപ്പത്തിൽ എപ്പോഴും ഫോൾഡ് ചെയ്യാൻ നോക്കാം. എന്നാൽ എന്താവും പ്രോപ്പർ ആയിട്ട് കവറിന്റെ ഉള്ളിൽ പോകും. സ്റ്റിക്കിന്റെ ഉള്ളിൽ ഫോൾഡ് ചെയ്യുമ്പോൾ നേരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ പണിയെടുക്കണേ. ഒറ്റക്ക് കടന്ന് അങ്ങനത്തെ എണീച്ച് പോരല്ലേ, പണിയെടുക്കണേ. ഇതല്ല എപ്പോഴും
ചോദിച്ചു കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെക്കാം തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഈ എറുമ്പ് കയറുന്ന ഇൻസെക്ട്സിന്റെ ഒക്കെ പ്രശ്നങ്ങൾ വരും. രണ്ട് സൈഡൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഫോൾഡ് ചെയ്ത് നാട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത് എയർ ഡ്രൈ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ എടുത്തു വെക്കാം. വാഷബിൾ അല്ലേ? വാഷ് ചെയ്യാം. ഇട്ടിട്ട് പുറമെ വാഷ് ചെയ്തെടുത്താൽ മതി. റഫ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് വെച്ചിട്ട് നേരെ എടുക്കുന്നു. അഹിൻ അങ്ങനെ ടെന്റ് വാങ്ങാൻ പോയി 5000 റുപ്യൻ്റെ ടെന്റും വാങ്ങിച്ച് മാടായിപ്പാറ അടിക്കാൻ പോവാം. നമുക്ക് കണ്ടറിയാം അല്ലേ? കണ്ടറിയാം. എടാ പാക്കിങ് എടുക്ക്, അതിനെടുക്ക് ഓനെ മോന്ത കിട്ടട്ടെ. എന്നെ മോന്ത ഇങ്ങനെ എടുക്കണ്ട. വേറെ ഒന്നും നോക്കുന്നില്ല? ട്രക്കിംഗ് ബാഗ്, വാട്ടർ ബോട്ടിൽസ് അത് ആവശ്യം വരും എനിക്ക്. വാട്ടർ ബോട്ടിൽ 1 ലിറ്റർ എന്നാ വേറെ എന്നാ വേണ്ടേ? വേറെ എന്തല്ലോ വേണമല്ല, എല്ലാം മറന്നുപോയി. ഇപ്പൊ എടുത്തേക്കാ പോന്ന റിവീലേ? എടുത്തേക്കാ പോന്ന റിവീൽ ചെയ്യണം. എവിടെയാ പോന്നെ? കണ്ടാ പറയാം. അല്ല അത് സീക്രട്ടാ, എക്സ്പോസ് ചെയ്യില്ല. ഓ ഹിൻജോസ് കൺഫേം ആക്കിയിട്ടുണ്ടല്ലേ? ഞാനെന്തിന്? നീയല്ലേ? നീയാ വാങ്ങുന്നു, ഞാനല്ല. അതാ ഹിൻജോസിന്റെ ട്രിപ്പിന്റെ കോൺഫിഡൻസ് കിട്ടി. ഇത് പൊളിക്കേടാ എനിക്ക്. ഇത് ഫസ്റ്റ് ഇംപ്രഷനാ. നീ നാറ്റിക്കരുത്. വരാം പോയിക്കോണേണെങ്കിലും. വേറെ നോക്കുന്നില്ല? വേറെ നാളെ നോക്കണ്ടേ? ഇവനല്ല ഡിസ്കൗണ്ട് നോക്കിയോ? അതിന് സമയമുണ്ട്, പേടിക്കണ്ട. എന്തെങ്കിലും നോക്ക്. നോക്കാം. ഇതാടാ വെച്ചോ, അതിൻ്റെ കൊടുത്തോ. ഇതെവിടെയും കൊണ്ടുപോകാൻ പോകുന്നില്ല. അത് നിന്റെ തന്നെയാ, നിന്റെ സാധനം തന്നെയാ. വിചാരിച്ച കാര്യം എടുത്തോണ്ട് പോകും. അതൊന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചേ. ഓൻ ആരെങ്കിലും എടുത്തോണ്ട് പോകാനുള്ള പേടിയാ. അടുത്ത സാധനം നോക്കാൻ പോകുന്ന അതിനെ എന്തെല്ലാം ആവശ്യമുള്ള സാധനം ഉണ്ടോ? ആവശ്യമുള്ള പെട്ടെന്ന് നോക്കൂ. അവർക്കെല്ലാം വീട്ടിൽ പോകണം, നിന്നെ പോലെ അല്ല. എനിക്കൊരു ചൂണ്ട നോക്കിയേ ശബരി. നിനക്ക് വേറെ ഒന്നും വേണ്ട. അടിക്ക് മറ്റേ ഇത് വേണ്ടേ? ട്രക്കിംഗ് പോൾ വേണ്ടേ? ഇത് ട്രക്കിംഗ് പോളൊന്നും ആവശ്യമില്ലടാ. എടാ കുത്തിയിട്ട് കയറണ്ടേ? അതൊക്കെ ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് റൈഡ് പോകണം. അല്ല ഹെൽമെറ്റ് തലയിലെ മുട്ടി കയറണ്ട. ഇത് വേണം, ഇത് വേണം. നോക്കിയാ അതിലേക്ക് 20 ഗ്രാം കാലൊടിഞ്ഞിട്ട് വേണേലും ബാക്കി പരിപാടി നടക്കാൻ. അത് ചൂണ്ടോ? ചൂണ്ട മീൻ പിടിക്കുന്നുണ്ടാ? വളവട്ടം പോയി മീൻ പിടിക്കാൻ വേണ്ടി നമുക്ക് ഈ സാധനം ശരി മുഖം കാണിക്കണം. ഓപ്പോസിറ്റ് എടുക്കണോ? അവൻ്റെ ഇതെടുക്കുന്നേ? ലൈറ്റ് ഓഫ് ആയി. ഇനി എടുക്കണ്ട, ഇനി എടുക്കണ്ട. നീ മീൻ പിടിക്കുന്നുണ്ടാ? മീൻ പിടിക്കാൻ പ്ലാൻ ഉണ്ടാ? നമ്മൾ പിടിക്കാൻ പോകണ്ട. എനിക്കിതല്ലോ ഒന്നും കിട്ടില്ല. അറിയില്ല. എന്നിട്ട് ഇതെല്ലാം എടുക്കാൻ പോകും. കണ്ണിക്കുറിനെ കിട്ടുമല്ലോ മര്യാദ. പറലുവിന് പുച്ച പറഞ്ഞേ. ഇപ്പം വേണ്ട നമുക്ക്. അല്ല പക്ഷെ ആവശ്യമുള്ളതാണ്. യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ബൂട്ട്സ് എന്തായാലും ആവശ്യമുണ്ട്. ബൂട്ട്സ് എന്തായാലും ഇറക്കും, പക്ഷെ ഇപ്പം എടുക്കുന്നില്ല. ഓ ഫണ്ടിന്റെ വിഷയം. ഫണ്ടിന്റെ ഇഷ്യൂടില്ല സാധനം അല്ലേ? ബൂട്ട്സിന് പൈസ ഉണ്ട്. നമ്മളിപ്പോ ഫണ്ടില്ലാത്തോണ്ട് നമുക്ക് ബൂട്ട്സ് ഇറക്കുന്നില്ല. മിസ്സായിപ്പോയി ഓന്റെ. വീഴുന്ന കിട്ടണേ അല്ലേ? സന്തോഷം. നമ്മൾ അതിന് ഫണ്ട് എടുത്തിട്ട് വരുന്നു. അതിന് ഫണ്ട് എടുത്തിട്ട് അതിന് സെറ്റപ്പ് നോക്കിയാടാ. ആറ്റിറ്റ്യൂഡ് വേണ്ട, ഒരേ ആറ്റിറ്റ്യൂഡ്. ഇവന് കുറച്ച് പ്രോട്ടീൻ്റെ കുറവില്ലേ? എനിക്ക് ഇവന്റെ ടെന്റ് റെഡി ആയിട്ടില്ലേ? ആറ്റിറ്റ്യൂഡ് ചെക്കൻ നേടിയെടുത്ത് കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നല്ലേ? നീ എടുത്തോ? നീ പോയാ ആ ഉള്ളൊക്കെ വരണം. പോക്കീന് പോ അങ്ങനെ പറഞ്ഞു കൊടുക്ക. അതിനല്ലോ അല്ല കീന് പോന്ന് പറയണോ? ചെക്ക് ചെയ്യ്. നിന്റെ നമ്പർ തന്നെയാണ്. 97784880993. ഓക്കെ. ഇമെയിലാ അഹിൻ എം നെയ്മാ അഹിൻ എ ചെയ്യൻ അയ്യൻ
4283 alinam.gmail.com @gmail.com. alinjos@gmail.com എന്നല്ലേ? ഹലോ നോ അതൊക്കെ എല്ലാം നീ എന്തിനീ മോണിറ്റർ എടുക്കുന്നത്? എന്നെ എടുക്കുക. പൈസ എല്ലാം പോകുന്നുണ്ട്. ഇവർ രണ്ടെണ്ണത്തിൽ എടുക്കുക. അയച്ചോ. അഖിലെന്തിനാ അത് കാണിട്ടില്ല, പൈസ ഒന്നും കാണുന്നില്ല. ഈ പൊട്ടന്നെ എവിടെ എടുക്കും? ഇൻജോസ് മേടിക്കാൻ പോവാം. അല്ല ക്യാഷാ ചെക്കൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? നീ ഒന്നാം കഷ്ടപ്പെട്ട് നേടി ചെക്കെ അങ്ങ് ഒറ്റക്കോ മാടായിപ്പാറ ക്യാമ്പ് ടെൻ്റ് അടിച്ചടിക്കാൻ പോവാ. നീ ഒന്ന് പോയാട്രാ. നമ്മൾ കാത്തിരുന്ന നിമിഷം ഇതാ എത്തിയിരിക്കുന്നു. അഹിൻ ജോസ് നമ്മളെ മാടായിപ്പാറ ടെൻ്റ് അടിക്കാൻ വന്നു. അല്ലേ ഇനി പൈസ ലോൺ എടുക്കുക. പൈസ എന്താണെന്ന് ആരും ആക്കാനാ. ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണല്ലോ. എൻ്റെ തേങ്ങ. ഹലോ ആ പോയിട്ടില്ലേ? എവിടെ പോയി? പൂട്ടിയല്ലേ പോകും. നിങ്ങളാ മീൻ ക്ലോസ് ചെയ്യുന്നത്? എത്ര മണിക്ക് ക്ലോസിങ്? ല്ലേ? നിയാസ് ഇന്ന് ലീവാണ്. നാളെ ബോട്ട് ഒറ്റ മലപ്പുറത്തല്ലേ പുള്ളി? ഹാപ്പിയാ? നിനക്ക് ഹാപ്പി അല്ലേ? ഹാപ്പിയാ. ഹാപ്പി ആണ് നീ. നീ വെരി സാറ്റിസ്ഫൈഡ് കൊടുത്താൽ മതി. കൊടുത്ത് സാധനം ഇതാ. ഓക്കെ, ബാസ്ക്കറ്റ് വിട്ട് തരൂലേ? ഇല്ലടാ, ഇത് എടുത്തിട്ടാണ് പോകുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ ഫൈനലി നമ്മുടെ അഹിനി നമ്മളെന്തേലും ടെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ള. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രം ടിക്കൻ ഫുഡ് അല്ലേ? ബൈ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ? സബ്സ്ക്രൈബ് ചെയ്യണം. മണി അടിക്കണം. അഹിൻ്റെ മണി അടിക്കണം.